പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം ഉടൻ ആരംഭിക്കണമെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. എന്തുകൊണ്ട് CBI അന്വേഷണത്തിനായുള്ള നടപടികൾ മുഖ്യമന്ത്രി നടത്തുന്നില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രി ന്യായം ഉറപ്പാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് വെച്ച് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒന്നും അലജ് ചെയ്യല്ല. എന്താണ് ഡിലേ? CBIക്ക് ഇത് കേസ് 24 മണിക്കൂറിൽ റെഫർ ചെയ്യുന്ന ഒരു സാധനമല്ലേ? എന്താണ് ഇതുവരെ പോവാത്തത്? ഒന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെ CBI ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന മുമ്പ് സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്ന ഒരു വൈസ് ചാൻസലറുടെ ഒരു മൂവ്? അതെന്തിനാ? മിനിഞ്ഞാന്ന് ഞാൻ ഇവിടെ ഒരു എഡ്യൂക്കേഷനിസ്റ്റിൻ്റെ സമ്മിറ്റിൽ വർത്തമാനം പറയുമ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു, ഇതെന്താണ് നമ്മുടെ നാട്ടിൽ 37% ഡിഗ്രി സീറ്റ്സിലെല്ലാം വേക്കൻസി? ഇതല്ലേ ഈ ക്രിമിനൽസിനെയും ചെയ്ത ആൾക്കാരെല്ലാം ഒരു അണ്ടർ ലോ അവരെ പണിഷ് ചെയ്യുന്നത് ഒരു നമ്മുടെ റൂൾ ഓഫ് ലോൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ഒരുപക്ഷെ ഇത്തരത്തിൽ സിദ്ധാർത്ഥിന്റെ മരണം കഴിഞ്ഞ ഇത്രയും നാളുകളായും ഈ ഒരു പ്രതിഷേധം അലയടിക്കുന്ന ഒരു പശ്ചാത്തലത്തിലല്ലേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന അത് പ്രസക്തമാകുന്നത്? വിഷ്ണു, അങ്ങനെ തന്നെയാണ്. ഈ മാസം 9-ാം തീയതിയാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഈ ഒരു കേസ്, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയത്. കുടുംബം നേരിട്ടെത്തി മുഖ്യമന്ത്രി കണ്ട ശേഷമായിരുന്നു അത്തരത്തിലൊരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് വൈകുകയാണ്. ഈ നടപടിക്കെതിരെയാണെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ ജയപ്രകാശ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. പലരുടെയും വായ മൂടിക്കെട്ടാനുള്ള ശ്രമമായിരുന്നു മുഖ്യമന്ത്രി ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നടത്തിയത് എന്നുള്ളതാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പ്രതികരിച്ചത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജയപ്രകാശ് നീതി തേടിക്കൊണ്ട് കേന്ദ്രമന്ത്രിയും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിനെ കൂടി കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം ജയപ്രകാശ് പ്രതികരിച്ചത് അത്തരത്തിൽ തന്നെയാണ്. പൂർണ്ണ വിശ്വാസമുണ്ട്, തനിക്കൊപ്പം ഒരു പ്രതിനിധി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ ഒപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ കൂടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴും അദ്ദേഹം ചോദിച്ചത് 24 മണിക്കൂറിനുള്ളിൽ നടപ്പാക്കാമെന്നുള്ള തീരുമാനം മാത്രമായിരുന്നു സംസ്ഥാന സർക്കാരിന് ഈ ഒരു CBI അന്വേഷണം. പക്ഷേ എന്തുകൊണ്ട് അത് വൈകിപ്പിക്കുന്നു? സിദ്ധാർത്ഥിന് നീതി വേണം, ഒപ്പം തന്നെ ന്യായത്തിനൊപ്പം നിൽക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സംസ്ഥാനത്തെ കോളേജുകളിൽ, ഡിഗ്രി കോളേജുകളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതും അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ പരാമർശിക്കുകയുണ്ടായി. എന്തായാലും കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എന്ത് നടപടിക്കും താനും ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു വാക്ക് അദ്ദേഹം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കുടുംബം നീങ്ങാനൊരുങ്ങുകയാണ്. ക്ലിഫ് ഹൗസിലേക്ക് ഉടൻ തന്നെ പ്രതിഷേധ മാർച്ചുമായി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശും ഒപ്പം തന്നെ കുടുംബവും എത്തുമെന്നുള്ളത് ഇന്ന് രാവിലെ തന്നെ സിദ്ധാർത്ഥന്റെ പിതാവ് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട 33 വിദ്യാർത്ഥികളെ തിരികെ എടുത്ത VCയുടെ നടപടിയിൽ ചാൻസലർ കൂടിയായ ഗവർണറെ കാണാനൊരുങ്ങുകയാണ് കുടുംബം. വിഷ്ണു. ശാലിനി, അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലും പ്രതികളെ രക്ഷിക്കാനായി CPM നടത്തുന്ന ഇടപെടൽ, അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളല്ലേ ഇനിയിപ്പോൾ കേരളം കാണേണ്ടി വരിക? തീർച്ചയായും വിഷ്ണു, അങ്ങനെ തന്നെയാണ്. കാരണം ഈ കേസന്വേഷണം വൈകുന്നതിനെ തുടർന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിക്കാനുള്ള സാധ്യതകളും അത് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കുടുംബം നീതി തേടിക്കൊണ്ട് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രഖ്യാപനം നടന്നത് ഈ മാസം 9-നാണ്. ഇത്രയധികം ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കി കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്നുള്ളൊരു ആരോപണം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾ ശക്തമായ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉൾപ്പെടെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകളുടെ ശ്രദ്ധ തിരിക്കാനും ഒപ്പം തന്നെ നടപടികൾ ഇല്ലാതാക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു നിലവിലെ ഈ ഒരു CBI അന്വേഷണ പ്രഖ്യാപനം എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു അന്വേഷണം വൈകുന്നതിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നുണ്ട്, ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ആലോചന.